ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യക്രമമുണ്ട്. അതായത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള MLA മാർ അവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗം ഇഴതിരിച്ച് പരിശോധിച്ച് അതിനെക്കുറിച്ച് നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ നന്ദി പ്രമേയം. അവസാനം ഈ നന്ദി പ്രമേയം അംഗീകരിച്ചുകൊണ്ട് നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കും. അതുകൊണ്ട് ഗവർണർക്ക് പ്രത്യേകിച്ച് വല്ല രോമാഞ്ചം ഉണ്ടാവും എന്നെനിക്കറിയില്ല. നിയമസഭയിൽ നടക്കുന്ന പലവിധ അസംബന്ധങ്ങളിൽ ഒരു അസംബന്ധം എന്ന് വിചാരിച്ചാൽ മതി. നയപ്രഖ്യാപനം തന്നെ ഒരു തമാശയാണ്. അതിൻ്റെ പുറത്തുള്ള നന്ദി പ്രമേയം അതിനേക്കാൾ വലിയ തമാശയാണ്. അതിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും അവസാന സ്പീക്കറുടെ ഒരു റൂളിങ്ങും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ ആ തമാശയിലെ ഒരു രംഗം അവസാനിക്കും. അപ്പോൾ ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ നയപ്രഖ്യാപനത്തിന്മേലുള്ള പ്രസംഗം MLA മാർക്ക് അവരുടെ വജോവിലാസം തെളിയിക്കാനുള്ള ഒരു അവസരമാണ്, ഒരു വേദിയാണ്. പ്രത്യേകിച്ച് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കൊക്കെ അവരുടെ കന്നിപ്രസംഗം നടത്താനുള്ള അവസരമാണ്. കാരണം എന്തെങ്കിലും ഒരു ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് ബില്ല് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പ്രസംഗിക്കാൻ. നന്ദി പ്രമേയത്തിന് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ഫ്രീ ഫോർ ഓളാണ്, അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. ഇപ്പോൾ ഈ ഫ്രീ സ്റ്റൈൽ ഗുസ്തി സാധാരണഗതിയിൽ നിയമസഭാ നടപടികളിൽ അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു അധ്യായമായിട്ട് അവസാനിക്കുകയാണ് പതിവ്. ഈ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ മുൻ മന്ത്രിയും ഇപ്പോൾ UDF പിന്തുണയുള്ള സ്വതന്ത്രനുമായ നമ്മുടെ സുധാകരൻ നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും. ഈ ചർച്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രസംഗം അദ്ദേഹമാണ് നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഈ മഞ്ഞക്കുറ്റിയെ സംബന്ധിച്ചാണ്. പിണറായി സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമായിരുന്നല്ലോ കേരളയിൽ നടപ്പായില്ല സിൽവർ ലൈൻ പദ്ധതി, അഥവാ കേരളയിൽ പ്രോജക്റ്റ് എന്ന് പേരിട്ട ഒരു കലാപരിപാടി ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചു. അതിനുവേണ്ടി കുറേ മഞ്ഞക്കുറ്റികൾ കൊണ്ടുവന്ന് നാടിൻ്റെ നാനാഭാഗത്തും തറച്ചു. ചിലതൊക്കെ ആളുകൾ ഊരിയെടുത്ത് അപ്പം തന്നെ തോട്ടിൽ കളഞ്ഞു. പിന്നീട് മഞ്ഞക്കുറ്റിക്കാർ വന്നത് പറക്കെടുത്ത് വീണ്ടും അടിച്ചു. ചിലരുടെ വീടിൻ്റെ പൂമുഖത്താണ് അടിച്ചത്, മറ്റു ചിലരുടെ വീടിൻ്റെ അടുക്കളയിലാണ് അടിച്ചത്. അപ്പോൾ ഇത് അടിക്കപ്പെട്ട ആളുകളെല്ലാവരും വലിയ സങ്കടത്തിലും ദുഃഖത്തിലും വേദനയിലും വിഷമത്തിലുമായിരുന്നു. അതേസമയത്ത് സിൽവർ ലൈൻ ഇല്ലാതെ കേരളം പുരോഗമിക്കുകയില്ല എന്ന് നമ്മുടെ നാട്ടിൽ ഈ അശോകൻ ചരുവിലിനെ പോലെയുള്ള ചില ബുദ്ധിജീവികളും കഥാകൃത്തുക്കളും ചിന്തകന്മാരും ഒക്കെ സിദ്ധാന്തിച്ചു. കാരണം അവരുടെ ആരുടെയും വീട് ഈ സിൽവർ ലൈനിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്ത് പോയില്ല. വീട് അക്വയർ ചെയ്ത് പോരുന്ന അതിൻ്റെ വേദന അറിയുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹം നേരത്തെ കളർകോടിനടുത്ത് തൂക്കുകുളം എന്ന സ്ഥലത്താണ് താമസിച്ചത്. ഞാൻ ആ വീട്ടിൽ പണ്ടൊരിക്കൽ പോയിട്ട് അദ്ദേഹം മന്ത്രി അല്ലാതിരുന്ന സമയത്ത്, ആദ്യത്തെ മന്ത്രിസ്ഥാനം കഴിഞ്ഞ് രണ്ടാമത് മന്ത്രിയാകുന്നതിന് മുമ്പ് MLA മാത്രമായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആ തൂക്കുകുളം വസതിയിൽ പോകാനുള്ള അവസരം എനിക്ക് സിദ്ധിച്ചത്. ഒരു സാധാരണ വീടാണ്. ആ വീട് റോഡിനോട് ചേർന്നാണ്, നാഷണൽ ഹൈവേയുടെ സമീപത്തായതുകൊണ്ട് ആ സ്ഥലം അക്വയർ ചെയ്ത് പോയി. അദ്ദേഹത്തിന് ആ സ്ഥലം വിട്ടു പോകേണ്ടതായിട്ട് വന്നു. പിന്നീട് അദ്ദേഹം പുന്നപ്പുറയിൽ ഇപ്പോൾ താമസിക്കുന്ന കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വീട് പണിയിച്ചത്. അപ്പോൾ ഈ വീട് എടുത്തു പോകുന്നവരുടെ വേദന അറിയുന്ന ആളാണ് സുധാകരൻ. അദ്ദേഹത്തിൻ്റെ വസ്തു ഈ നാഷണൽ ഹൈവേക്ക് വീതി കൂട്ടുമ്പോൾ നഷ്ടപ്പെട്ടു പോകും എന്ന കാരണത്താൽ പുള്ളിക്കാരന് സമരം ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. മന്ത്രിയാണ്, മരാമത്ത് മന്ത്രിയായിട്ടില്ല, പക്ഷേ ആ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം കലാകൗമുദിയിൽ ഈ വേദന പങ്കുവച്ചുകൊണ്ട് വലിയൊരു കവിത എഴുതിയാണ് ഓർക്കുന്നുണ്ട്. ഞാനന്ന് ഇന്ത്യ വിഷനിൽ വാരാന്ത്യം നടത്തുന്ന കാലമാണ്. അപ്പോൾ ഈ മഞ്ഞക്കുറ്റി വിവാദത്തിൽ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗം ലെനിൻ്റെ പ്രസിദ്ധമായ ഒരടി മുമ്പോട്ട് രണ്ടടി പുറകോട്ട് എന്ന സിദ്ധാന്തത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ഒരടി മുമ്പോട്ടുള്ള ഒരു കാൽവെപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ഞക്കുറ്റി. പക്ഷേ അത് ജനങ്ങളെതിരാവും എന്ന് മനസ്സിലായപ്പോൾ ആ കുറ്റിയും പിഴുത് കക്ഷത്തിൽ വെച്ച് പോരണ്ടായിരുന്നു. അതാണ് 2 സ്റ്റെപ്പ് ബാക്ക്വേഡ്, രണ്ടടി പുറകോട്ട് എന്ന ഒരു സിദ്ധാന്തമായിട്ട് പുള്ളി അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചത് എന്നാണ് സുധാകരൻ പറയുന്നത്. അതുമാത്രമല്ല, ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. ഏറ്റവും ഒടുവിൽ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോകുന്ന സാഹചര്യം പോലും ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അദ്ദേഹത്തിനെതിരെ അടിസ്ഥാനരഹിതമായൊരു പരാതി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കിട്ടും. സ്റ്റേറ്റ് കമ്മിറ്റി അത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിടുകയും ഈ പരാതി കൊടുത്തവനെ വിളിച്ച് ഗുണദോഷിക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് പകരം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചു. കമ്മീഷൻ്റെ അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടു. പുള്ളിക്കെതിരെ നടപടിയെടുത്തു. ഇത് പരമ അസംബന്ധമായ പരാതിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് പിന്നെയും പാർട്ടി അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള പല നടപടികളും കൈക്കൊണ്ടു. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിൽ പോലും അദ്ദേഹത്തെ ക്ഷണിക്കാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം പ്രകോപിതനായി. പാർട്ടി അംഗത്വം പുതുക്കിയില്ല. അപ്പോഴെങ്കിലും പാർട്ടി ഇടപെടണ്ടായിരുന്നു. പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് സുധാകര
അംഗത്വം പുതുക്കണം എന്ന് പറയുമെങ്കിൽ പുള്ളി പുതുക്കാൻ. പക്ഷേ പിണറായി സഖാവ് ബസ്സിൽ പിടിച്ച് ഞാൻ അഖില കേരള ചക്രവർത്തിയാണ്, ഇങ്ങനെ ആരും ഞാൻ വിളിക്കില്ല എന്ന നിലപാടെടുത്തു. അതുകൊണ്ടാണ് കുഴപ്പമായത്. പോട്ടെ, ഇദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആ ദിവസവും പിണറായി വിജയൻ ആലപ്പുഴയിലുണ്ട്. പോകുന്ന വഴിക്ക് പുന്നപ്പുറയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി സുധാര വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ പുള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലായിരുന്നു. പക്ഷേ അതിനുള്ള വിവേകവും വിജയൻ സഖാവിനുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിജയൻ എന്നാണ്, വിവേകൻ എന്നല്ല. അവിവേകൻ എന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി. പക്ഷേ എന്ത് പരിശോധിച്ചാൽ ഈ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചു, അമ്പലപ്പുഴ ജയിച്ചു. അടുത്തുള്ള കായംകുളവും തൊട്ടിപ്പുറത്ത് ആലപ്പുഴയും അതിൻ്റെ അപ്പുറത്ത് അരൂരുമുള്ള സകല CPM സ്ഥാനാർത്ഥികളും തോറ്റുപോയി. ആലപ്പുഴയുടെ തീരപ്രദേശത്ത് മത്സരിച്ച എല്ലാ CPM സ്ഥാനാർത്ഥികളും തോറ്റുപോയി. ഇപ്പോൾ പാർട്ടിക്കാർ പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചു, സുധാകരൻ പോയത് വലിയ തിരിച്ചടിയായി. സുധാകരൻ പോയതുകൊണ്ടാണ് ആലപ്പുഴ പോയത്, അതുകൊണ്ടാണ് അരൂർ പോയത്, അതുകൊണ്ടാണ് കായംകുളവും പോയത് എന്ന്. ഇപ്പോൾ നമ്മുടെ കായംകുളത്ത് തോറ്റ MLA ചോദിക്കുന്നത് ജി സുധാകരൻ എന്താ കുട്ടിച്ചാത്തനാണോ എന്നാണ്. കുട്ടിച്ചാത്തനല്ല, ജി സുധാകരനെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴും ജനങ്ങൾക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഗൗരിയമ്മ പോയ പോലെ ആയിപ്പോയി. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാത്തത് മഞ്ഞക്കുറ്റിയുടെ മാത്രം പ്രശ്നമല്ല, മനുഷ്യൻ്റെ തലക്കകത്ത് ആളുതാമസം വേണം. രാഷ്ട്രീയ വിവേകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും. അതില്ലാത്തതുകൊണ്ടാണ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായത്. പിന്നെ സുധാകരൻ സാർ ഒരു കാര്യം കൂടി നന്നായിട്ട് പറഞ്ഞു. അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ സാംസ്കാരിക നായകന്മാരെയും ബുദ്ധിജീവികളെ സംബന്ധിച്ച് അത് പുള്ളി പറഞ്ഞ വളരെ പരമാർത്ഥമാണ്. ഇവരൊക്കെ വെറും നക്കികളാണ്. എവിടെ എന്ത് നക്കാൻ കിട്ടും എന്ന് നോക്കി വാലാട്ടി നടക്കുന്നു പട്ടികളാണെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് പട്ടികളോട് സ്നേഹമുണ്ടാണ്. സാംസ്കാരിക നായകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണ്. കാരണം നായകളെക്കുറിച്ച് നമുക്ക് അങ്ങനെ മോശപ്പെടുത്തി പറയാൻ പറ്റില്ല. നായകൾ വളരെ നന്മയുള്ള, സ്നേഹമുള്ള, ഉടമസ്ഥനോട് വിശ്വസ്തത പുലർത്തുന്ന ജീവികളാണ്. അതുകൊണ്ട് അവരെ താഴ്ത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാംസ്കാരിക നക്കികൾ എന്നാണെങ്കിൽ വളരെ ശരിയാണ്. അത് വളരെ അന്വർത്ഥമായൊരു പദമാണ്. ഇപ്പോൾ സുധാകരൻ്റെ പ്രസംഗം വൈറലായെന്ന് വെച്ചാൽ ഇത് ഈ അഭിപ്രായം ജനങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നു. ജി സുധാകരൻ മാത്രമാണ് ഇത് വെട്ടി തുറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് മുമ്പ് തന്നെ വലിയ സ്നേഹവും ബഹുമാനമുള്ള ആളാണ് ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഈ സംഗതികൾ ആളുകൾ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർ പറയാൻ മടിക്കും. പുള്ളി അത് വെട്ടി തുറന്ന് പറയും. അത്രേ ഉള്ളൂ പ്രശ്നം. ഏതായാലും ജി സുധാകരൻ ഇപ്പോഴും ഒരു സഖാവാണ്, കമ്മ്യൂണിസ്റ്റാണ്, ഇടതുപക്ഷക്കാരനാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. സഖാവിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ലാൽ സലാം.